സ്പ്രിംഗ് ആണല്ലേ? ഇതുകൊണ്ട് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സാധനമാണ്. സ്ക്രീൻ കാണില്ലേ? കാണുന്നുണ്ട് കാണുന്നുണ്ട്. അരയൻ ബ്രോ. ആ കാണുന്നു. ഓക്കെ ഓക്കെ, ഇത് നമ്മൾ കണ്ട കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച സാധനമായിരുന്നു. കറക്റ്റ് ആ ഇംബാലൻസ് ആണത്. ഉണ്ടോ? ഇംബാലൻസ് വന്നിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്യാണ് സംഭവം ഇവിടെ ഉണ്ടായത്. ഉണ്ടോ? ഒരു എഫ് ഇ ജി വന്ന് മാർക്കറ്റ് ഓൾറെഡി ഞാൻ ഡൗൺ ട്രെൻഡ് ആണെന്ന് കണ്ടിരുന്നു. ഡൗൺ ട്രെൻഡ് ആണെന്ന് ഒരു അനാലിസിസ് ഉണ്ടായിരുന്നു. ആ എഫ് ഇ ജി വന്നു ലോ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്തു. 1 hour ആണെന്ന് തോന്നുന്നു. 50 മിനിറ്റിലാണ്. 50 മിനിറ്റിൽ ഒരു മൂമെന്റ് ഷിഫ്റ്റ് കിട്ടി. എന്നിട്ട് അങ്ങനെ വന്ന എൻട്രിയാണ് ഈ ഒരു എൻട്രി. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പോവാം. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ടോ, എന്നാലും നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഓർഡർ ബ്ലോക്കും ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണുള്ളത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു, ഇത് കണക്ക് നമ്മളുടെ എൻട്രി പോയിന്റ്സുകളാണ് ഈ ഇംബാലൻസ് എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഒരു എൻട്രി പോയിന്റും കൂടെയാണ് ഈ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ. ഈ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്ന ഈ ഏരിയ നമുക്കൊരു എൻട്രി പോയിന്റ് ആണ്. ഓക്കെ, പിന്നെ ഞാൻ ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതേപോലെ തന്നെ ഇപ്പോ ഇതൊരു ഇംബാലൻസ് ആണ്, ഇതൊരു ഇംബാലൻസ് ആണ്, ഇതൊരു ഇംബാലൻസ് ആണ്. ഓക്കെ, 3 ഇംബാലൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു അപ്പിലേക്ക് ഒരു ബുള്ളി സിനാരിയോയിലാണ് നിങ്ങൾ മാർക്കറ്റിനെ നോക്കി കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഏത് ഇംബാലൻസിൽ എൻട്രി എടുക്കും? അക്ഷയ് ബ്രോ, അരവിന്ദ് ബ്രോ. 3 ഇംബാലൻസ് ഉണ്ട്. ഞാൻ ഒരു വ്യൂ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് മാർക്കറ്റ് വരുന്നു, തിരിച്ച് അപ്പിലേക്ക്. ഇവിടേക്ക് മാർക്കറ്റ് വരുന്നു, തിരിച്ച് അപ്പിലേക്ക്. ഇവിടേക്ക് മാർക്കറ്റ് വരുന്നു, തിരിച്ച് അപ്പിലേക്ക്. ഇങ്ങനെ ഒരു സിനാരിയോയിലാണ് ഞാൻ മാർക്കറ്റിനെ കാണുന്നത്. നിങ്ങൾ ഇതിൽ ഏത് എഫ് ഇ ജി ആണ് എടുക്കുക? കേൾക്കുന്നില്ലേ? എൻട്രി പോയിന്റ് ആയിട്ടാണ്. എൻട്രി പോയിന്റ് ആയിട്ട്. മൂന്നാമത്തെ ഇതൊരു ഇംബാലൻസ് ആണ്, ഇതൊരു ഇംബാലൻസ് ആണ്, ഇതൊരു ഇംബാലൻസ് ആണ്. മൂന്നാമത്തെ ആയിരിക്കൂ. പറയാൻ കാരണം അരവിന്ദ് ബ്രോ. അരവിന്ദ് ബ്രോ പോയ ആഹാ. ഏതെടുക്കും? ഇന്നലെ ഇതേ ചോദ്യമാണ് ചോദിച്ചത്. ഓ എല്ലാരും പോലെ. അത് കേട്ടപ്പോ കാരണം പോയി. ഓക്കെ, ഇന്ന് 3 ഒരു എൻട്രി പോയിന്റ് അല്ലേ? ഇത് ഇംബാലൻസ് 3 ആണെന്നുണ്ടെങ്കിൽ 3 ഒരു എൻട്രി പോയിന്റ് അല്ലേ? ആ അതെ. ഇതിൽ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ ഐഡിയ ഉണ്ടോ ആർക്കേലും? അക്ഷയ് ബ്രോ പറഞ്ഞു തേടാന്ന് പറഞ്ഞു. അതിന്റെ കാരണം അല്ല, ബ്രോവർ ഏറ്റവും ഏറ്റവും താഴെ കിടക്കുന്നോണ്ടാണോ? ഏറ്റവും എക്സ്ട്രീം എൻഡിൽ കിടക്കുന്നോണ്ടാണോ? പ്രൈസിന്റെ അതിൽ വെച്ച് വരുമ്പോഴേ ഓക്കെ അതുകൊണ്ടാണ്. ഓക്കെ, ചിലപ്പോ ചില സിനാരിയോകളിൽ മാർക്കറ്റ് എന്ത് ചെയ്യാം? ഈ ഒരു ഇംബാലൻസിൽ നിന്ന് പോവാം. ചില സിനാരിയോകളിൽ ഈ ഒരു ഇംബാലൻസിൽ നിന്ന് പോവാം. ചില സിനാരിയോകളിൽ ഈ ഒരു ഇംബാലൻസിൽ നിന്നും പോവാം. പക്ഷേ ഏത് ഇംബാലൻസിൽ നിന്ന് എൻട്രി എടുക്കണം എന്നുള്ളത് നമ്മൾ പക്ക ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് ഞാൻ പറഞ്ഞില്ലേ, അത് വെച്ചിട്ടാണ്. ഓക്കെ, അതും കൂടെ വന്നാലേ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് എവിടെ നിന്ന് എൻട്രി എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യണം. നിങ്ങൾക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഒക്കെ പഠിച്ചല്ലേ? ഉം. അല്ലേ? ഡിമാൻഡ് ആ. ഏരിയ നിങ്ങൾ എന്ത് ചെയ്യും? ബൈ ബൈ ചെയ്യും. സപ്ലൈ ഏരിയയിൽ നിന്ന് സെല് ചെയ്യും. സെല്ലി. ഓക്കെ, ഇംബാലൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ബാലൻസ് എന്ന് പറയുന്നത് ബാലൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്യാൻഡില്, സെക്കൻഡ് ക്യാൻഡില്, തേർഡ് ക്യാൻഡില്. ഇമ്പൾസീവ് ആയിട്ട് വരുന്ന ഈ ക്യാൻഡിലിനെ സെക്കൻഡ് ക്യാൻഡിലാക്കി എടുക്കുക. ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈ, തേർഡ് ക്യാൻഡിലിന്റെ ലോ. ലോ. ഈ ഒരു ഏരിയ ആണ് എന്തെന്ന് പറയുന്നത്? ഇംബാലൻസ്. ഇംബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഓക്കെ ആണല്ലോ.
എന്നാൽ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇമ്പൾസീവ് ആയിട്ട് വരുന്ന ഒരു മൊമെന്റിന്റെ തൊട്ട് മുമ്പിലെ ക്യാൻഡിൽ, അതാണ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഇമ്പൾസീവ് ആയിട്ട് വരുന്ന ഇതല്ല ഇമ്പൾസീവ് ക്യാൻഡിൽ. അതെ. ഇമ്പൾസീവ് ആയിട്ട് വരുന്ന കാൻഡിലിന്റെ തൊട്ട് മുമ്പിലെ ക്യാൻഡിൽ, അതായത് ദിസ് ക്യാൻഡിൽ. ഈ ഒരു ക്യാൻഡിൽ ഉണ്ടോ? ഉം. ഈ ഒരു ക്യാൻഡിലിനെയാണ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കുക. മനസ്സിലായോ? ഉം. അതായത് അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അത് വാലിഡ് ആവണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം? അത് സാറ്റിസ്ഫൈഡ് ആവണം. ഫസ്റ്റ് കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യ ട്രെൻഡിന്റെ ഒരു അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ എന്ന് നോക്കണം. ഇത്രയും കോൺസെപ്റ്റ്സുകൾ അപ്രൂവ് ആയാൽ മാത്രമേ അതൊരു പക്ക ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാറുള്ളൂ. ഓക്കെ അല്ലേ? ഫസ്റ്റ് കാര്യം അപ് ട്രെൻഡ് ആണോ. നിങ്ങളിപ്പോൾ ഒരു ഓർഡർ ബ്ലോക്ക് വരയ്ക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയണത്. ഓക്കെ, ആദ്യം നിങ്ങൾ ട്രെൻഡ് നോക്കണം, അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ എന്ന് നോക്കണം. അടുത്തതായിട്ട് ഒരു ബ്രേക്കോ സ്ട്രക്ചറോ അഥവാ മൊമെന്റ് ഷിഫ്റ്റോ നടന്നിട്ടുണ്ടോ നോക്കണം. ഫസ്റ്റ്ലി അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ എന്ന് നോക്കണം, അല്ലെങ്കിൽ സൈഡ് വേസ് മാർക്കറ്റ് ആണോ നോക്കണം. അതിനുശേഷം ഒരു ബ്രേക്കോ സ്ട്രക്ചറോ ഒരു മൊമെന്റ് ഷിഫ്റ്റോ നടന്നിട്ടുണ്ടോ നോക്കണം. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തത് മൂന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇംബാലൻസ് ഒക്യൂർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഒരു ഇംബാലൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കണം. നാലാമത്തെ സ്റ്റെപ്പ് നമ്മൾ പഠിക്കാൻ പോണ സ്റ്റെപ്പേ ഉള്ളൂ. ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം നോക്കും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് ഒരു ഓർഡർ ബ്ലോക്ക്. അതായത് ഇതെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എക്സാക്ട്ലി ഈ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആവണമെങ്കിൽ, ഈ അഞ്ചാമത് കിടക്കുന്ന ഈ ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്ന ഇത് ക്രിയേറ്റ് ആവണമെങ്കിൽ ഈ 4 സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഈ 4 കാര്യങ്ങളും ആക്റ്റീവ് ആയാൽ മാത്രമേ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആവുകയുള്ളൂ. ഓക്കെ, മനസ്സിലായോ? ഫസ്റ്റ്ലി നമ്മൾ ട്രെൻഡ് അനാലിസിസ് നോക്കണം. അതായത് മാർക്കറ്റിന്റെ ട്രെൻഡ് എന്താണ്, അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ. ഓക്കെ, നമ്മൾ അത് ആദ്യം മനസ്സിലാക്കുന്നു. അതിനുശേഷം നമ്മൾ വരയ്ക്കാൻ പോണ ആ ഓർഡർ ബ്ലോക്കിന് അടുത്തായിട്ട് ഒരു ബ്രേക്കോ സ്ട്രക്ചറോ മൊമെന്റ് ഷിഫ്റ്റോ നടന്നിട്ടുണ്ടോ നോക്കും. ഓക്കെ, നമ്മൾ അത് നോക്കുന്നു. അതിനുശേഷം മൂന്നാമത്തത് ഒരു ഇംബാലൻസ് ഒക്യൂർ ചെയ്തിട്ടുണ്ടോ നോക്കും. ഓക്കെ, ഒരു ഇംബാലൻസ് ഉണ്ടായിട്ടുണ്ടോ നോക്കും. ഓക്കെ, അത് നമ്മൾ നോക്കുന്നു. നാലാമത് ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം. അഞ്ചാമത്തത് ഓർഡർ ബ്ലോക്ക്. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം, ഇപ്പോഴാണ് മനസ്സിലാവും. അത് ഞാൻ എടുത്ത് കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ ചാട്ടി കാണിച്ചു തരാം. ഇത് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഫസ്റ്റ്ലി നമ്മൾ എന്താണ് പറഞ്ഞത്? ട്രെൻഡ് നോക്കുക എന്ന് പറഞ്ഞു അല്ലെ. ട്രെൻഡ് എന്താണ്? ഡൗൺ ട്രെൻഡ് ആണ്. ഓക്കെ, നമ്മൾ അത് നോക്കി മനസ്സിലാക്കി, കാര്യങ്ങളൊക്കെ നോക്കി. അടുത്തത് ഒരു ബ്രേക്കോ സ്ട്രക്ചറോ ഒരു മൂവ്മെന്റ് ഷിഫ്റ്റോ നടന്നിട്ടുണ്ടോ നോക്കുകയാണ്. ഈ ഒരു ഏരിയയിൽ ഒരു ബ്രേക്കോ സ്ട്രക്ചർ നടന്നിട്ടില്ലേ? ഇവിടെ ഒരു ബ്രേക്കോ സ്ട്രക്ചർ നടന്നിട്ടില്ലേ? ഇല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ അതും ഓക്കെ, ബ്രേക്കോ സ്ട്രക്ചർ നടന്നിട്ടുണ്ട്. അടുത്തത് എന്തായിരുന്നു? ഇംബാലൻസ് ഒക്കർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഫസ്റ്റ് ക്യാൻഡില്, സെക്കൻഡ് ക്യാൻഡില്, തേർഡ് ക്യാൻഡില്. ഓക്കെ, ഫസ്റ്റ് ക്യാൻഡിലിന്റെ ലോ, തേർഡ് ക്യാൻഡിലിന്റെ ഹൈ. ഇംബാലൻസ് ഇല്ലേ ഇവിടെ? ഉണ്ട്. അപ്പൊ അതും സാറ്റിസ്ഫൈഡ് ആയി. അടുത്ത സ്റ്റെപ്പ് ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം ആണ്. അത് അവിടെ ഇരിക്കട്ടെ. അടുത്തത് ഇങ്ങനത്തെ ഇത്രയും ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാലാണ് എന്ത് ആക്റ്റീവ് ആവുക എന്നാണ് പറഞ്ഞത്? ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആവുക എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? ഇമ്പൾസീവ് മൂവ്മെന്റിന്റെ തൊട്ട് മുമ്പിലെ ക്യാൻഡിൽ. ഇവിടുത്തെ ഇമ്പൾസീവ് മൂവ്മെന്റ് ഏതാണ്? ഈ ക്യാൻഡിൽ. അതിന്റെ തൊട്ട് മുമ്പിലെ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇതല്ലേ? അതാണ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ, നിങ്ങൾക്ക് അപ്പൊ എൻട്രി എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഓർഡർ ബ്ലോക്കിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംബാലൻസിൽ നിന്ന് എടുക്കാം. അത് എവിടെ നിന്ന് എൻട്രി എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം ആണ്. അത് നമ്മൾ വരാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഇത്രയും കോൺസെപ്റ്റ്സുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആവുള്ളൂ, എങ്കിൽ മാത്രമേ അതൊരു വാലിഡ് ഓർഡർ ബ്ലോക്ക് ആവുകയുള്ളൂ. പക്ഷെ ഇവിടെ പകരം ഇത്രയും BOS കിട്ടി, ട്രെൻഡ് ഡൗൺ ട്രെൻഡ് ആണെന്ന് മനസ്സിലാക്കി,
ഇംബാലൻസ് ഒക്യൂർ ചെയ്തില്ലായിരുന്നുവെങ്കിൽ, കറക്റ്റ് ഒരു ബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ടാവില്ലായിരുന്നു? എന്തുണ്ടാവില്ലായിരുന്നു? ഓർഡർ ബുക്ക്. ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആവില്ലായിരുന്നു. ഓക്കെ അല്ലേ? ഉം. ചാർട്ട് ചെറുതായിരിക്കും നിങ്ങളുള്ളത്. ചാർട്ടിന്റെ കളർ മാറ്റണോ? വേണ്ട. അക്ഷയ് ബ്രോ വേണ്ട മാറ്റണോ? വേണ്ട വേണ്ട. Okay. ഇത് നോക്കിക്കോ. മാർക്കറ്റ് ആദ്യം നമ്മൾ ട്രെൻഡ് അനാലിസിസ് ചെയ്യുന്നു. മാർക്കറ്റ് ആദ്യം ട്രെൻഡ് അനാലിസിസ് ചെയ്യുന്നു. മാർക്കറ്റ് എന്തിലേക്കായിരുന്നു? ഡൗൺ ട്രെൻഡിലേക്കായിരുന്നു അല്ലേ? ഉം. ഉം. ഡൗൺ ട്രെൻഡിലേക്കായിരുന്നു. ബ്രേക്ക് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. വരയ്ക്കുമ്പോൾ ഈ ഒരു ഇവിടെ നേരത്തെ ബ്രേക്ക് സ്ട്രക്ചർ നടന്ന പോയിന്റ്, അതിന്റെ കറക്റ്റ് ആ വിക്ക് വെക്കുക. എന്ത് ചെയ്യുക? കറക്റ്റ് ഇതുവരെ മതി, അതിനപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇത്രയും മതി. ഉം. ഇത് ഇങ്ങനെ നീട്ടി ഇങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കറക്റ്റ്ലി ഈ ഒരു ബോഡിയിലേക്ക് മാത്രം തട്ടിച്ചുകൊണ്ട് മാത്രം വരച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ വെക്കുക, ഷിഫ്റ്റ് കീ അമർത്തി പിടിക്കുക, വരച്ചു കഴിഞ്ഞാൽ കറക്റ്റ് സ്ട്രേറ്റ് ലൈൻ ആയിക്കോളും. ഓക്കെ ഓക്കെ, ഇതൊരു ബ്രേക്ക് സ്ട്രക്ചർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അതെ അതെ. ഉം. ഇവിടെ ഒരു മൂവ്മെന്റ് ഷിഫ്റ്റ് നടന്നിട്ടുണ്ടോ? ഉണ്ട്. എവിടെയാണ്? ഇതാണോ? ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. ഇത് ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? ഫസ്റ്റ് അല്ല. ഓക്കെ, അരവിന്ദ് ബ്രോ പറയുന്നത് ഫസ്റ്റ് ആണ്. അക്ഷയ് ബ്രോ? ഉം. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. ഫസ്റ്റ് തന്നെ. ഇത് അല്ല മറ്റതില്ല. ഇതാ ഉം. പറയാൻ കാരണം അക്ഷയ് ബ്രോ പറയണേ ഇതാണല്ലേ? ഉം. ഓക്കെ, അരവിന്ദ് ബ്രോ പറയുന്നു ഇതാണ്. അരവിന്ദ് ബ്രോ ഇതല്ലേ പറഞ്ഞേ? ഉം. ഓക്കെ, അക്ഷയ് ബ്രോ ഇത് പറയാൻ കാരണം അവിടെ നിന്ന് വന്നിട്ട് ഇവിടുന്ന് വന്നിട്ട് ഓക്കെ ലോവർ ഹൈ ലോവർ ലോ. ഒരു ലോ ഇതൊരു ലോവർ ഹൈ, ആ ലോവർ പിന്നെ ലോ, ലോവർ ലോ. ലോവർ ഹൈ, ഓക്കെ ഓക്കെ. ലോവർ ഒരു ലോ. ലോവർ ലോ കൂടെ വന്നിട്ടുണ്ട്. ശരി ശരി. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പോയിന്റ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുക? ഓക്കെ ഓക്കെ. എം എസ് ആയിട്ട് ക്രിയേറ്റ് ആക്കി എടുക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എം എസ് എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്തെടുക്കുന്നതാണ് നല്ലത്? ബോഡി ക്ലോസ് എടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ മാനിപ്പുലേഷൻ ഫേസിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വിക്ക് വന്നു, ഇത് നിങ്ങൾ എം എസ് ആക്കി എടുക്കരുത്. ഇവിടെ ഒരു വിക്ക് വന്നു, വീണ്ടും എം എസ് ആക്കി എടുക്കരുത്. ഇവിടെ ഒരു വിക്ക് വന്നു, വീണ്ടും എം എസ് ആക്കി എടുക്കരുത്. ഇവിടെ ഒരു കറക്റ്റ് ഒരു ബോഡി ക്ലോസ് വന്നു അല്ലേ? അപ്പൊ ആ ഒരു ഏരിയ എന്താക്കി എടുക്കുക? എം എസ് ആക്കി എടുക്കുക. ഓക്കെ, ഇപ്പൊ ഇത്ര നമ്മൾ ഡ്രോ ചെയ്തു. ഈ എം എസ് ആകുന്നതിന് അർത്ഥം എന്താണ്? ഈ ഡൗൺ ട്രെൻഡിൽ നിന്ന് മാർക്കറ്റ് എന്തിലേക്ക് സ്വിച്ച് ആവുന്നു? ട്രെൻഡിലേക്ക്. ആ, ഒരു അപ് ട്രെൻഡിലേക്ക് സ്വിച്ച് ആവുന്നു. അപ്പൊ നമ്മൾ ആദ്യം ട്രെൻഡ് അനാലിസിസ് നോക്കി, നമ്മൾ ബി ഒ എസും എം എസും നോക്കി. അടുത്ത എന്താണ്? ഇംബാലൻസ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ അല്ലേ? ഓക്കെ, ഇമ്പൾസീവ് ആയിട്ടുള്ള ഇത് നോക്കാം നമുക്ക് ആദ്യം. ഇത് ഫസ്റ്റ് ക്യാൻഡില്, സെക്കൻഡ് ക്യാൻഡില്, തേർഡ് ക്യാൻഡില്. ഓക്കെ, ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈയും തേർഡ് ക്യാൻഡിലിന്റെ ലോയും. ഓക്കെ അല്ലേ? ഇതൊരു ഇംബാലൻസ് ആക്കി വരച്ചുകൂടെ എനിക്ക്? വരച്ചൂടെ? അരവിന്ദ് ബ്രോ ഇവിടെ നിൽക്കണോ? അതാ ഇതിനകത്ത് നിൽക്കണോ? ഇതിനകത്ത് നിൽക്കണോ?
അല്ല മുകളിലത്തെ ഓക്കെ ഓക്കെ എന്താ ഓക്കെ, ഇതൊരു ഇംബാലൻസ് ആക്കി എടുത്തൂടെ? അപ്പൊ നമുക്ക് ഇവിടെ ഉം. എന്തൊക്കെ കിട്ടി? നമ്മൾ ട്രെൻഡ് മനസ്സിലാക്കി, ഡൗൺ ട്രെൻഡിൽ നിന്ന് മാർക്കറ്റ് അപ്പ് ട്രെൻഡിലേക്ക് സ്വിച്ച് ആവുന്നു. എനിക്കൊരു BOSO MSO ഉണ്ടോ എന്ന് നോക്കുക. നമുക്ക് എന്ത് കിട്ടി? ഇവിടുന്ന് ഒരു MS കിട്ടി. ഓക്കെ, ഒരു ഇംബാലൻസ് സെക്യൂർ ചെയ്തു. ഇംബാലൻസ് സെക്യൂർ ചെയ്താൽ പിന്നെ നമുക്ക് എന്ത് വരയ്ക്കാം? ഓർഡർ ബ്ലോക്ക് വരയ്ക്കാം. ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് വലിയ ഇമ്പൾസീവ് മൂവ്മെന്റ് ഉണ്ടാക്കിയ ആ ക്യാൻഡിലിന്റെ തൊട്ട് മുമ്പത്തെ ക്യാൻഡിൽ, അതായത് ഈ ക്യാൻഡിൽ അല്ലേ അത്? എക്സാക്ട്ലി മാർക്കറ്റ് എവിടെ വന്നിട്ടാണ് പോയത്? ആ ഓർഡർ ബ്ലോക്ക് ഏരിയ വന്നിട്ടാണ് മാർക്കറ്റ് അപ്പിലേക്ക് വീണത്. ഓക്കെ ഓക്കെ, ഉം. ഇതിന് കൂടെ ഒരു ചെറിയൊരു ഹിന്റും കൂടെ പറഞ്ഞുതരാം. ഇത്രയും ബിയറിഷ് ആയിട്ട് ക്യാൻഡിൽ വന്ന് ആ ഓർഡർ ബ്ലോക്കിൽ വന്ന് വീഴുമ്പോൾ ഇത് കണ്ടോ, ഇവിടെ നിന്നുള്ള ആ ക്യാൻഡിലിന്റെ പവർനെസ് ഉണ്ടോ? ഓക്കെ, ഇതേ കണക്കല്ലല്ലോ മാർക്കറ്റ് ഇവിടെ വന്ന് ഈ ഓർഡർ ബ്ലോക്കിലോട്ട് വന്ന് ഫാൾ ആയത്. അല്ല. ഇത്രയും വലിയ ഫാളി മാർക്കറ്റ് വന്ന് ഓർഡർ ബ്ലോക്കിലോട്ട് വന്ന് വീഴുമ്പോൾ മാക്സിമം എന്ത് ചെയ്യുക? അത് അവോയ്ഡ് ചെയ്യുക. കാരണം അത്രമാത്രം ഒരു സെൽ പവറിലാണ് അത് വരുന്നത്. ഓക്കെ, ഉം. നമ്മൾ പഠിക്കും, ലിക്വിഡിറ്റിയുടെ ടോപ്പിക്ക് പഠിക്കും. ഞാൻ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഉം. ഓക്കെ, ഈ ഒരു ഏരിയ ഇവിടെ ഒരു MS നടന്നിട്ടുണ്ടോ? നടന്നിട്ടുണ്ട്. ഏതാണോ പറയണ? ഇതാണോ? ഈ ഒരു ഏരിയ ആണോ? അതെ, അവിടെ തന്നെ ബ്രേക്ക് ആവുന്നുണ്ട്. അരവിന്ദ് ബ്രോ, ലോവർ ഹൈ ബ്രേക്ക് ആവുന്നു. ഇത് മാർക്കറ്റ് എന്താണ്? ഡൗൺ ട്രെൻഡിൽ നിന്ന് അപ്പ് ട്രെൻഡിലോട്ട് പോയില്ലേ? ഡൗൺ ട്രെൻഡ് ആണ്. ഡൗൺ ട്രെൻഡാ. ഇവിടുന്നേ വാ. അരവിന്ദ് ബ്രോ എന്ത് പറയണോ? ഓക്കെ ഓക്കെ. അപ്പ് ട്രെൻഡ് ആണ്. അരവിന്ദ് ബ്രോ എന്താ പറഞ്ഞേ? അക്ഷയ് ബ്രോ പറഞ്ഞ അപ് ട്രെൻഡ്. ഓക്കെ, അപ് ട്രെൻഡ് ആണ്. ഉം. ഓക്കെ, ഇതൊരു ഡൗൺ ട്രെൻഡ് ആണോ? ഈ ഒരു ഫാളും ഇത് കറക്ഷൻ അതായത് റിട്രേസ്മെന്റ് ആണ് അല്ലേ? ഓക്കെ, ഇത് നമുക്കൊരു ഡൗൺ ട്രെൻഡ് ആയി കണക്കാക്കി എടുക്കാൻ പറ്റുമോ? ഇതറിയത്തില്ല. ഓക്കെ, ലോ ഉണ്ട്, ഹൈ ഇല്ലല്ലോ. വെക്കാലോ. ഇതിപ്പോ ബ്രോ ലോവർ ഹൈ, ഇതൊരു ലോവർ ലോ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ലോവർ ഹൈ, ഇതൊരു ലോവർ ലോ ആക്കി എടുത്തൂടെ? ഇത് ബ്രേക്ക് ചെയ്താൽ വേണമെങ്കിൽ MS ആക്കി എടുത്തൂടെ? ഇതാ ഈ ഒരു ഏരിയ, ഇതൊരു എടുത്ത് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു MS ആക്കി എടുത്തൂടെ? എടുത്തൂടെ? പക്ഷെ ഇത് MS ആണോ? എക്സാക്ട്ലി MS ആണോ? അത് അതാണ് എന്റെ ചോദ്യം. നിങ്ങള് തൊട്ടുമ്പ് MS എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ ഫൈൻ. പക്ഷെ ഇനി നിങ്ങൾ ഇതൊരു MS ആയിട്ട് എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കണക്കെടുക്കരുത്. കാരണം ഞാൻ പറഞ്ഞുതരാം, ഇത് മാർക്കറ്റ് കണ്ടിന്യൂസ്ലി എന്തിലേക്ക് പോവാണ്? അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ ഒരു ഇംബാലൻസ് ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ആ ഇംബാലൻസിനെ റെസ്പെക്ട് ചെയ്യുന്നു, മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് കയറി പോകുന്നു. ഇതല്ലേ ഇവിടെ സംഭവിക്കുന്നത്? അതായത് ഇംബാലൻസിനെ ഒരു ബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ ആക്കി മാറ്റുന്നു, മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് കയറി പോകുന്നു. ഇത് ഓക്കെ അല്ലേ? ഓക്കെ, ഇവിടെ ഒരു ഇംബാലൻസ് ഫോം ചെയ്തിട്ടുണ്ട്. അതും ഓക്കെ അല്ലേ? ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ. ആ ഇംബാലൻസിനെ ബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ ആക്കുന്നു, തിരിച്ച് മുകളിലേക്ക് കയറി പോകുന്നു. ഇവിടെ നോക്കിക്കോ, മാർക്കറ്റായി ഇറങ്ങി വരുന്നത് എന്തിനാണ്? ഈ ഇംബാലൻസിനെ എടുക്കാൻ വേണ്ടിയാണ് മാർക്കറ്റ് ഇറങ്ങി വരുന്നത്. നമ്മളതൊരു MS ആക്കി കൺസിഡർ ചെയ്യരുത്. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇത് ജസ്റ്റ്ലി ഇവിടെ മാർക്കറ്റ് വരുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ്ലി അതൊരു ബാലൻസ്ഡ് ആക്കാൻ വേണ്ടിയാണ്. അതൊരു MS അല്ല. മാർക്കറ്റ് കണ്ടിന്യൂസ്ലി അപ് ട്രെൻഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ് ട്രെൻഡിൽ പോകുന്നു, ജസ്റ്റ് മാർക്കറ്റ് താഴെ വരുന്നു, ആ ഇംബാലൻസ് ടാപ്പ് ചെയ്യുന്നു, മാർക്കറ്റ് തിരിച്ചു കയറി പോകണം. ഇംബാലൻസ് ടാപ്പ് ചെയ്യുന്നു, മാർക്കറ്റ് തിരിച്ചു കയറി പോകണം. ഇംബാലൻസ് ടാപ്പ് ചെയ്യുന്നു, മാർക്കറ്റ് തിരിച്ചു കയറി പോകുന്നു.
ഓക്കെ, സത്യത്തിൽ ഇവിടെ എന്താണ് നമുക്ക് കിട്ടുന്നത്? ബ്രേക്ക് ഓഫ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞതിന്റെ ലോജിക്ക് മനസ്സിലായോ? ഓക്കെ ആണോ? ഹലോ, കേൾക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, ഇത് ഞാൻ ഇന്നലെ അരവിന്ദരോട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഈ കാര്യം ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളെ മനസ്സിൽ വെക്കുക. ഈ ഇറങ്ങി വരുന്ന എല്ലാം ഒരു എം എസ് ആക്കി നിങ്ങൾ കരുതരുത്. നിങ്ങൾ സോൺസുകൾ നോക്കുക. നിങ്ങൾ എവിടെ നിന്നാണ് ഒരു എം എസ് നോക്കേണ്ടത്? ഇവിടെ വന്ന് ഈ ഇംബാലൻസി വന്ന് ടാപ്പ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഒരു എം എസ് നോക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ വേറെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇംബാലൻസി വന്ന് ടാപ്പ് ചെയ്തു. ഇതിലൊരു കറക്ഷന് വേണ്ടി വരികയാണ്. ഓക്കെ, നമ്മുടെ ഹയർ ടൈം ഫ്രെയിമിൽ ഇതൊരു 1 അവറിന്റെ ടൈം ഫ്രെയിമാണ്. 1 അവറിന്റെ ടൈം ഫ്രെയിമിൽ ഒരു IMP കണ്ടുപിടിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എന്നിട്ട് ലോവർ ടൈം ഫ്രെയിമിലോട്ട് വരാം. ലോ ടൈം ഫ്രെയിമിലോട്ട് വന്നിട്ട് MS നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എൻട്രി പുഷ് ചെയ്യാം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഓക്കെ ആണോ? കാണിച്ചു തരണോ? ഓക്കെ, ഇത്ര ഓക്കെ അല്ലേ? ഞാൻ 1 അവറിൽ ഒരു സോൺ കണ്ടുപിടിച്ചു. അവന്റെ റിയൽ ഫേസ് ഓഫ് മാർക്കറ്റോട് ചേർത്ത് വെച്ച് ഞാൻ പറയുകയാണ്. 1 അവറിൽ ഞാനൊരു സോൺ കണ്ടുപിടിച്ചു. ഒരു IMP ഞാൻ കണ്ടുപിടിച്ചു, 1 അവറിന്റെ IMP. വൺ അവറിന്റെ IMP വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതിലോട്ടാണ് സ്വിച്ച് ചെയ്യുന്നത്? ടൈം ഫ്രെയിം 5 മിനിറ്റ്. 5 മിനിറ്റിലോട്ട് നമ്മൾ സ്വിച്ച് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് മാർക്കറ്റ് ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതുവരെ MS ഒന്നും കിട്ടിയിട്ടൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, ഓക്കെ, ഇപ്പൊ MS കിട്ടിയോ? അരവിന്ദ് ബ്രോ, അക്ഷയ് ബ്രോ, കിട്ടിയോ? അരവിന്ദ് ബ്രോ, നോക്കിയിട്ട് ആലോചിച്ച് പറഞ്ഞാൽ മതി. ഈ റീട്രേസ്മെന്റിന് ഇതായിട്ട് എടുക്കാം, ഡൗൺ ട്രെൻഡ് ആയിട്ട് എടുക്കാം. ഇതോ? അല്ല, ഈ ബേസ് ഫുള്ള് കാണുന്ന ഫുള്ള് കാണുന്ന വയസ്സ് ഇതോ? 4 അവറിനകത്ത് ഇത് റീട്രേസ്മെന്റ്. അതൊരു 1 അവറിൽ ഒരു റീട്രേസ്മെന്റ് ആണ്. 1 അവറിനകത്ത് 1 അവറിൽ റീട്രേസ്മെന്റ് ആണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു സോൺ കണ്ടോ? 1 അവറിന്റെ ഇംബാലൻസിലേക്ക് മാർക്കറ്റ് ടാപ്പ് ആയാൽ നിങ്ങൾ ഓൾറെഡി 1 അവറിൽ എന്ത് മനസ്സിലാക്കി? നമ്മൾ 1 അവറിൽ എന്ത് മനസ്സിലാക്കി? 1 അവറിൽ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നമ്മളെ വ്യൂ പ്രകാരം മാർക്കറ്റ് എന്താണ്? അപ് ട്രെൻഡ് ആണെന്ന് മനസ്സിലാക്കി. ഓക്കെ, നമ്മളുടെ ഫസ്റ്റ് കോൺഫിഡൻസ് ആണ്. അതായത് നമ്മൾ അപ്പൊ ട്രെൻഡ് നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി നോക്കുന്നതെല്ലാം എന്തായിരിക്കും? ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നമ്മൾ നോക്കുക. ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഇതാണ് നമ്മുടെ വ്യൂ. ഓക്കെ അല്ലേ? അതിനുശേഷം ഞാനൊരു 1 അവറിൽ എന്ത് കണ്ടുപിടിച്ചു? ഒരു ഇംബാലൻസ് സോൺ ഞാൻ കണ്ടുപിടിച്ചു. അത് ഓക്കെ അല്ലേ? ഓക്കെ, മാർക്കറ്റിൽ അങ്ങോട്ട് പ്രൈസ് വന്നു. അങ്ങോട്ട് പ്രൈസ് വന്നാൽ എനിക്ക് എന്ത് ചെയ്യാം? പക്ഷെ ഇതൊരു ലോവർ ടൈം ഫ്രെയിമിൽ എന്തായിരിക്കും? ഒരു ഡൗൺ ട്രെൻഡ് പോലെ ആയിരിക്കും ലോവർ ടൈം ഫ്രെയിമിൽ വരുന്നത്. ഓക്കെ അല്ലേ? ഞാൻ എന്ത് ചെയ്യാം? 5 മിനിറ്റിൽ എനിക്ക് എന്ത് നോക്കുക? ഒരു കൺഫർമേഷൻ നോക്കുക. അതിന് നമുക്ക് എന്ത് നോക്കാം? MS നോക്കാം. MS നോക്കിയിട്ട് ഒരു ഇംബാലൻസ് ഓർഡർ ബ്ലോക്കിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? എൻട്രി കയറാം വിത്ത് ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം. ഓക്കെ, എൻട്രി കയറുമ്പോൾ വേറെ കുറെ കാര്യങ്ങളും ഉണ്ട്. ലിക്വിഡിറ്റി എന്നൊക്കെ മെയിൻ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇനി പഠിക്കത്തേ ഉള്ളൂ. ഇപ്പൊ കറന്റ് നമ്മൾ പഠിച്ചത് വെച്ച് ഇതാണ് നമ്മളുടെ കോൺസെപ്റ്റ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇതിലിപ്പോ MS നടന്നിട്ടുണ്ടോ? ഇതിനൊരു എത്ര ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വേണോ ബ്രേക്ക് നടക്കുന്നതിന് മുമ്പ്? അങ്ങനെയില്ല. MS നടക്കുന്നതിന് അത്ര ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വേണം നിർബന്ധമല്ലൊന്നുമില്ല. ഇതിപ്പോ നമ്മളിപ്പോ ഇതിലൊരു MS നടന്നാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്തായിട്ടുള്ള ഒരു ഇംബാലൻസ് ചെയ്യുന്ന ഓർഡർ ബ്ലോക്കിൽ നിന്നോ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എൻട്രി കയറാം. ഇതാണ് ഇതിന്റെ ഒരു കോൺഫിഡൻസ് വരുന്നത്. ഇതിലിപ്പോ MS നടന്നിട്ടുണ്ടോ?
നമുക്ക് ഞാൻ ബാക്കി പറഞ്ഞു തരാം. ഇതൊരു എം എസ് ആക്കി എടുക്കണോ അതോ ഇതാണോ എം എസ് ആക്കി എടുക്കുക അതോ ഇതാണോ എം എസ് ആക്കി എടുക്കുക? മുകൾ ആദ്യത്തേതല്ലേ? ഇതോ? ഉം. ഓക്കെ, കാരണം അവിടെ നിന്നാണ് ഒരു ഫാള് തുടങ്ങിയെന്നാണോ പറഞ്ഞത്? അതെ. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. അരൻ ബ്രോ, പോയാ? അരൻ ബ്രോ, ഹലോ. ഹലോ, ആ, കേൾക്കണ്ടോ? എന്നോടാണ്. അതന്നെ. ഒരു ഏത് എം എസ് ആക്കി എടുക്കുക? പറഞ്ഞു തെറ്റിക്കോട്ടെ. കുറച്ച് നമ്മളതിനകത്ത് ഒരു ലോജിക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സാധനം കിട്ടും. ഇത് രണ്ട് എം എസ് ആക്കി എടുക്കുന്നതിന് തെറ്റില്ല, എന്നാലും നമ്മള് കോൺസെപ്റ്റ് എനിക്ക് അറിയാൻ വേണ്ടിയില്ല. വേറെ ഐഡിയ ഉണ്ടോ? ഏ ആദ്യത്തേതാണ്. ഇതോ? ആ, കാരണം ഇംബാലൻസ്. ഇംബാലൻസ് അവിടെ ഒരു ഇംബാലൻസ്. അതിനെ ബ്രേക്ക് ചെയ്തു അല്ലേ? ആ, എക്സാക്ട്ലി, പക്ക അതാണ് സാധനം. അക്ഷയ് ബ്രോ, ഇതില്ലേ, ഇതില്ലേ, ഈ ഒരു പോയിന്റ് എം എസ് ആക്കി എടുത്തുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള തെറ്റുമില്ല. ഓക്കെ, പക്ഷേ ഇതൊരു എം എസ് ആക്കി എടുക്കണമെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഒരു കാരണം അറിയണം. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്തു? നല്ല രീതിയിൽ താഴേക്ക് പുഷ് ചെയ്തു. പുഷ് ചെയ്തില്ലേ? പുഷ് ചെയ്തു. ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്തിരുന്നു? ഇംബാലൻസ്. ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിരുന്നു അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണമായിരുന്നു? മാർക്കറ്റ് ഇവിടെ വന്ന് ലോ ടൈം ഫ്രെയിമിൽ ഇവിടെ വന്നിട്ട് ബാലൻസ് ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യണമായിരുന്നു? മാർക്കറ്റ് താഴേക്ക് പോകണമായിരുന്നു അല്ലേ? അപ്പൊ പക്ഷെ എന്ത് ചെയ്തില്ല? ആ ഇംബാലൻസിനെ ഒട്ടും റെസ്പെക്ട് ചെയ്യാതെ മാർക്കറ്റ് എന്ത് ചെയ്തു? മുകളിലേക്ക് പോയി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഏരിയ അത്യാവശ്യം നല്ല ബുള്ളിഷ് പവർ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് തന്നെ നമുക്ക് എന്താക്കി എടുക്കാം? അത് ഒരു മൊമെന്റം ഷിഫ്റ്റ് ആക്കിയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതെടുത്താലും ഒരു തെറ്റും പറയാനില്ല. ഇത് എടുക്കുകയാണെങ്കിലും എടുക്കാം. കാരണം ഫാള് തുടങ്ങിയത് എവിടെ നിന്നാണ്? ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ഇവിടെ ഒരു മൊമെന്റം ഷിഫ്റ്റ് എടുക്കാനുള്ള ലോജിക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു. ആ ഇംബാലൻസിൽ എന്ത് ചെയ്തു? പക്ക ബാലൻസ് ആക്കി ഫില്ല് ചെയ്തു. പറഞ്ഞ മനസ്സിലായില്ലേ? ഇതാണ് അവിടുത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇവിടെ ഒരു നമ്മൾ ട്രെൻഡ് നോക്കി, ട്രെൻഡ് മനസ്സിലാക്കി, BOS MS ഡ്രോ ചെയ്തു. അടുത്ത എന്തായിരുന്നു? ഒരു ഇംബാലൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഇംബാലൻസ് ഉണ്ടോ ഇവിടെ? ബാലൻസ് ഉണ്ടോ? ഫസ്റ്റ് ക്യാൻഡില്, സെക്കൻഡ് ക്യാൻഡില്, തേർഡ് ക്യാൻഡില്. ഇംബാലൻസ് ഇല്ലേ? ഫസ്റ്റ് ക്യാൻഡിലായി, തേർഡ് ക്യാൻഡിലല്ലോ. ഓക്കെ, ഇതിന്റെ കൂടെ ഞാൻ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം കൂടെ അങ്ങ് പറഞ്ഞുതരാം. ഈ ടൂള് കണ്ടോ? ഇവിടെ നിങ്ങൾ ഇത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാൻ ബോക്സ് എന്ന് പറഞ്ഞൊരു ടൂള് കണ്ടോ? കണ്ടോ? അത് നിങ്ങൾ ജസ്റ്റ് ആദ്യം ഒന്ന് സ്റ്റാർ ചെയ്ത് വെക്കുക. എന്നിട്ട് ഗ്യാൻ ബോക്സ് സെലക്ട് ചെയ്യുക. ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം ആണ് പറയണത്. വളരെ സിമ്പിൾ ആണ്. അങ്ങനെ ഡ്രോ ചെയ്യാം. ഓക്കെ അല്ലേ? ഇപ്പൊ 0 ലെവൽ വരും. 0.25, 0.5, 0.618, 0.75, 0.1. അതായത് നമുക്ക് ഇത്രയും മതി. 0.38 ഒക്കെ നിങ്ങളുടെ 82 ഒക്കെ നിങ്ങളിൽ ടിക്ക് ചെയ്ത് കിടക്കുകയായിരിക്കും. അതെല്ലാം ഒഴിവാക്കിയേക്ക്. ഓക്കെ, ഇത് വേണേൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തേക്കെ. ഇത് വാല്യൂസ് എടുത്തോ? ഓക്കെ അല്ലേ? ബ്രോ എടുത്തില്ലേ? ഓക്കെ, ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്താണ് ഒരു സാധനം വാങ്ങുക എപ്പോഴാണ് ആ സാധനത്തിന് ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ ഒരു വില ഇടുമ്പോഴല്ലേ നമ്മൾ സാധനം വാങ്ങുക. അതെ, ഇത്രയേ ഉള്ളൂ. ഈ 0.5 എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ടോ നിങ്ങൾ? ഈ 0.5ന് ഈ താഴോട്ടുള്ളതെല്ലാം ഡിസ്കൗണ്ട് ഏരിയ ആണ്. ഈ 0.5ന് മുകളിലോട്ടുള്ള ഈ ഏരിയ എല്ലാം എന്ത് ഏരിയ ആണ്? പ്രീമിയം ഏരിയ ആണ്.
അതായത് നമ്മളൊരു സാധനം വാങ്ങുന്നെങ്കിൽ ഈ 0.5 താഴോട്ട് വരുമ്പോഴാണ്. ഓക്കെ, ഒരു സാധനം സെല്ല് ചെയ്യുന്നത് എവിടുന്നാണ്? ഈ 0.5 മേളിലോട്ട് പോകുമ്പോഴാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം എന്ന് പറയുന്ന സാധനം. പക്ഷേ നിങ്ങൾ എപ്പോഴും ഒരു സാധനം ബൈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നോക്കുന്നെങ്കിൽ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം വരയ്ക്കണം. ഗ്യാൻ ബോക്സ് എടുത്ത് ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം വരയ്ക്കണം. വരച്ചതിന് ശേഷം എന്ത് ചെയ്യണം? 0.5 താഴെയായിട്ടുള്ള ഒരു ഇംബാലൻസ് സോണോ ഓർഡർ ബ്ലോക്ക് സോണോ കണ്ടുപിടിക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ ഞാൻ ഒരു വരച്ചു, ഒരു ക്യാൻഡിൽ എല്ലാം വരച്ചു. ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. ഞാൻ ബൈ ഓപ്പർച്യൂണിറ്റി ആണോ നോക്കണം? പകരം എനിക്ക് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. നമ്മൾ കൺസിഡർ ചെയ്ത് ഇംബാലൻസ് ആണ് ഇത് ഫസ്റ്റ് സെക്കൻഡ് വൺ. കാരണം എന്താണ്? അതൊരു ഡിസ്കൗണ്ട് ഏരിയയിലാണ്. ഡിസ്കൗണ്ട് ഏരിയ. ഓക്കെ, അതാണ് നമ്മൾ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇപ്പൊ ഒരു ഇംബാലൻസ് എടുക്കണോ ഓർഡർ ബ്ലോക്ക് എടുക്കണോ എന്നൊരു ചോദ്യം കാണും നിങ്ങൾക്ക്. ഓക്കെ, ഇംബാലൻസ് എടുക്കണോ ഓർഡർ ബ്ലോക്ക് എടുക്കണോ? ഓക്കെ, ഒരു ഇംബാലൻസ് ഒരു പ്രീമിയം ഏരിയയിലും ഓർഡർ ബ്ലോക്ക് ജസ്റ്റ് ആയിട്ട് ഡിസ്കൗണ്ട് ഏരിയയുടെ താഴെയിലുമാണ് നമ്മൾ ഏതാ എടുക്കുക? ഓർഡർ ബ്ലോക്ക് എടുക്കും. അതാണ് ഇവിടുത്തെ കാര്യം. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ ഓർഡർ ബ്ലോക്ക് എടുക്കണോ ഇംബാലൻസ് എടുക്കണോ എന്നുള്ളത് നോക്കുക. മെയിൻലി ഒരു ഡിസ്കൗണ്ട് ഏരിയയിലാണ് ഓർഡർ ബ്ലോക്ക് വരുന്നത്, ഇംബാലൻസ് വരുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഏതിൽ പുഷ് ചെയ്യാൻ നോക്കുക? IMB തന്നെ പുഷ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഈ ഇംബാലൻസ് വരയ്ക്കുന്ന കാര്യം കൂടെ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം വരയ്ക്കുന്നവരോട് ഞാൻ പറഞ്ഞുതരാം. അതായത് ബൈ ഓപ്പർച്യൂണിറ്റി നോക്കുന്നു, സിംഗ്ലോ. ഓക്കെ, സിംഗ്ലോയിൽ വെക്കുക, സിംഗായി വരാം. അതല്ലേ ഇത് കറണ്ടിലുണ്ടായ സിംഗായി. ഓക്കെ, ഈ IMB വന്നേക്കുന്നത് എവിടെയാണ്? പ്രീമിയം ഏരിയയിലോട്ടല്ലേ വന്നേ? IMB പ്രീമിയം ഏരിയയിൽ, അതായത് 0.5 എവിടെയാണ്? മുകളിലോട്ടാണ് വന്നേക്കുന്നത്. 0.5 മുകളിലോട്ട് പ്രീമിയം, 0.5 താഴോട്ട് ഡിസ്കൗണ്ട് ഏരിയ. അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചത്. ഓക്കെ അല്ലേ അരവിന്ദ് ബ്രോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ IMB നമ്മളുടെ ഒരു പ്രോപ്പർ ട്രേഡ് പ്ലാൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? എടുക്കാൻ പറ്റില്ല. പകരം നമ്മൾ എന്തിലേക്ക് സ്വിച്ച് ചെയ്യും? ഓർഡർ ബ്ലോക്കിൽ അതും 0.5 വരുന്ന രൂപത്തിൽ നമ്മൾ സ്വിച്ച് ചെയ്യും. ഈ ഒരു ഏരിയയിൽ വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് എൻട്രി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. വരുമോ നോക്കാം. മാർക്കറ്റ് അതിന്റെ പാട്ടിന് പോയി. ഓക്കെ, ഇങ്ങനത്തെ സിറ്റുവേഷനുകളും ഉണ്ടാവും. നമ്മൾ ഓരോ നല്ല സോൺസുകൾ കണ്ടുപിടിക്കും. സോൺസ് കണ്ടുപിടിച്ച് അതിൽ വരാതെ മേളിലോട്ടും പോവാം. ഓക്കെ, ഇവിടെ വന്നിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് എൻട്രി പ്ലേസ് ചെയ്യുക? നിങ്ങളിപ്പോൾ MS കിട്ടി, നിങ്ങൾ ചോദിച്ചില്ലേ എങ്ങനെ എൻട്രി എടുക്കുമെന്ന് ചോദിച്ചില്ലേ? MS കിട്ടി, 1 hour IMB വന്നു. നമ്മൾ 5 മിനിറ്റിന്റെ കൺഫർമേഷൻ നോക്കി, MS കിട്ടി, നമ്മൾ ഓർഡർ ബ്ലോക്ക് വരച്ചു, എല്ലാം വരച്ച് സെറ്റാക്കി വെച്ചേക്കുക. ഇനി നമ്മൾ ലോങ് അല്ലേ പോണേ? ഞാൻ ഇവിടെ വെക്കുന്നു സ്റ്റോപ്പ് ലോസ് ഈ ഇതിന് താഴെയായിട്ട്, ഈ സിംഗ്ലോയ്ക്ക് താഴെയായിട്ട് വെക്കുന്നു. ഞാൻ 1:2 പ്ലാൻ ചെയ്തു. ഓക്കെ, അതായത് 1 റിസ്ക് വെച്ചാൽ എത്ര എടുക്കണം? 2 റിവാർഡായിട്ട് എടുക്കണം. 10 രൂപ വെച്ചാൽ 20 രൂപ എടുക്കണം. ഓക്കെ, അത് ഭയങ്കര കമ്പൽസറി പോയിന്റ് ആണ്. നിങ്ങൾ ടോട്ടൽ ക്യാപിറ്റലിലെ 1% റിസ്ക് വെച്ചാൽ നിങ്ങൾ 2% എടുത്തിരിക്കണം. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് HFM-ന്റെ ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ? HFM-ന്റെ അതൊന്നും ട്യൂട്ടോറിയൽ ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ? അതായത് ആപ്പൊക്കെ ഓപ്പൺ ചെയ്യണമെന്ന് കണ്ടിട്ട് പറഞ്ഞു തന്നിട്ടില്ലല്ലോ? മെറ്റാ ട്രേഡർ ഓപ്പൺ ആക്കിയായിരുന്നോ? ഒരു ഡെമോ അക്കൗണ്ട് ഒക്കെ തുറന്നോ? ഒക്കെ ചെയ്തല്ലേ? ഓക്കെ, അല്ല എല്ലാരും ഡെമോ അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ആക്കിയായിരുന്നോ? അരവിന്ദ് ഓപ്പൺ ആക്കിയ, അക്ഷയ് ഓപ്പൺ ആക്കിയതാ? ഇല്ല. ഓക്കെ, അത് ചെയ്യാം. അത് ചെയ്തിട്ട് അതിനകത്ത് നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് ഒരു ബൈ ലിമിറ്റ് എന്ന് പറഞ്ഞിരുന്ന കാണാം. ഓക്കെ, അതിൽ ബൈ ലിമിറ്റ് വേണം എടുത്ത് നോക്കിയാൽ അതിനകത്ത് ബൈ ലിമിറ്റ് എന്ന് പറഞ്ഞിരുന്ന കാണാം. നമ്മൾ എന്ത് ചെയ്യുക? ബൈ ലിമിറ്റിൽ നിൽക്കുക. എൻട്രി പോയിന്റ് ആയിട്ട് ഈ വാല്യൂ ഉണ്ടോ? 1.24382 കണ്ടോ? അത് കൊടുക്കുക. സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഈ വാല്യൂ കൊടുക്കുക. 38.
ആ ഇത് കണ്ടില്ലേ, കിട്ടിയിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഈ വാല്യൂ കൊടുക്കുക, ടാർഗറ്റ് ആയിട്ട് ഈ വാല്യൂ കൊടുക്കുക, ഇത്രേ ഉള്ളൂ പരിപാടി. പിന്നെ ലിമിറ്റ് കൊടുത്തിട്ട് അത് അക്സെപ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് ഈ ഏരിയയിൽ വരുമ്പോഴത്തേക്ക് മാർക്കറ്റ് ഓൾറെഡി ട്രിഗർ ആക്കിക്കോളും. ഇത്രേ ഉള്ളൂ പരിപാടി. റിയൽ ഫേസ് മാർക്കറ്റിന്റെ ഒന്ന് രണ്ട് എക്സാമ്പിളൊക്കെ കാണാം. നിങ്ങൾ മെയിൻലി നിങ്ങൾ ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റിന് വ്യൂ, അതായത് നിങ്ങൾ രാവിലെ ട്രേഡിന് കയറി കഴിഞ്ഞാൽ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നോക്കി വ്യക്തമായിട്ടുള്ള ഒരു വ്യൂ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്തിലോട്ട് വരാവൂ, ലോവർ ലോവർ ടൈം ഫ്രെയിമിലോട്ട് വരാവൂ. അത് ഭയങ്കര കർശനമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? ആണെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടെ നോക്കി നോക്കാം. ഇത് നോക്കാം. ഓൾറെഡി മാർക്കറ്റ് ഇവിടെ ഇത് ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞുതരാം. ഇതൊരു സിംഗൈ ആയിരുന്നു. കുറച്ച് ഭാഗം ഞാൻ കുറച്ചുകൂടെ കട്ട് ചെയ്യാം. ഓക്കെ, ഇതൊരു സിംഗൈ ആയിരുന്നു അല്ലേ? ഹൈ ടൈം ഫ്രെയിമിലെ വ്യൂ ആണ് കേട്ടോ ഞാൻ ഇപ്പോൾ ആദ്യം നോക്കണം, അത് കഴിഞ്ഞിട്ട് ലോ ടൈം ഫ്രെയിമിലോട്ട് വരുന്നുള്ളൂ. ഞാൻ 4 hour ആണ് നോക്കുന്നത്. ഓക്കെ അല്ലേ? മാർക്കറ്റ് എന്തായിരുന്നു? ഡൗൺ ട്രെൻഡ് ആയിരുന്നു അല്ലേ? ഓക്കെ അല്ലേ? ഇവിടെ BOS ക്രിയേറ്റ് ചെയ്തു, ഇവിടെ അടുത്ത BOS ക്രിയേറ്റ് ചെയ്തു, കണ്ടിന്യൂസ് BOS ക്രിയേറ്റ് ചെയ്യാണ്. ഇതൊരു സിംഗൈ ആണ്, ഇതൊരു സിംഗിൾ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായില്ലേ അക്ഷയ് ബ്രോ? ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് എന്തിലേക്ക് മാറി? സൈഡ് ബേസ് മാർക്കറ്റിലേക്ക് മാറി. അക്ഷയ് ബ്രോ ഡൗട്ട് ഉണ്ടോ? ഇല്ല. കാരണം ഹൈക്കും ലോയ്ക്കും ഇടയിൽ കിടന്നല്ലേ കളിക്കുന്നേ. അതെ. ഇതായിട്ട് ലോവർ ലോയോ ഹയർ ഹൈയോ ഒന്നും ഉണ്ടാക്കണില്ലല്ലോ, ലോവർ ഹൈയോ ലോവർ ലോയോ ഉണ്ടാക്കണില്ലല്ലോ. അപ്പൊ നമുക്ക് എന്തില്ല, ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി അതിനകത്തില്ല ഒരു ഹയർ ടൈം ഫ്രെയിമിൽ. പിന്നെ നമ്മൾ ലോ ടൈം ഫ്രെയിമിൽ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ പ്രോപ്പർ ആയിട്ട് ഇതൊരു അപ് ട്രെൻഡിലോട്ട് പോകുന്നു അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിലോട്ട് പോകുന്നു അനലൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ലോ ടൈം ഫ്രെയിമിലോട്ട് പോകണേ? നമ്മൾ അതിലോട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യുക, ലാപ്പടച്ച് കൂട്ടുക, കാര്യങ്ങൾ വേറെ നോക്കുക. ഓക്കെ, നമ്മളുടെ ഇനി അടുത്ത എപ്പോഴാണ് നമുക്ക് ഇനി ഒരു ട്രേഡ് ഉള്ളത്? ഏറ്റവും കൂടുതൽ ട്രേഡ് കുറച്ചെടുക്കുന്ന ആൾക്ക് അൾട്ടിമേറ്റ്ലി ഒരു സക്സസ്ഫുൾ ഉണ്ടാവുള്ളൂ. കാരണം പുള്ളിക്ക് പേഷ്യൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും, കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ആണ് അത്രമാത്രം കുറച്ച് ട്രേഡ് എടുക്കണം. ഓക്കെ, അത് എപ്പോഴും മനസ്സിൽ ആലോചിക്കാം. നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ട്രേഡിംഗ് പ്ലാൻ നിങ്ങൾക്ക് ഹയർ ടൈം ഫ്രെയിമിൽ വ്യൂ കിട്ടുന്നെങ്കിൽ മാത്രമേ നിങ്ങൾ എന്തിലേക്ക് പോകാവൂ, ലോ ടൈം ഫ്രെയിമിൽ പോകാവൂ. അല്ല ലോ ടൈം ഫ്രെയിമിൽ പോയി ചുമ്മാ ഒരു MS ഇതും കണ്ടുകൊണ്ട് പോയി ചവറായിട്ട് ട്രേഡ് എടുക്കരുത്. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ എന്തിനു വെയിറ്റ് ചെയ്യണം? നമുക്കൊരു ട്രേഡിങ് എപ്പോഴാണുള്ളത്? ഒന്നെങ്കിൽ MS ആണോ? ഒന്നെങ്കിൽ മുകളിലോട്ട് താഴെ. അതെ, ഒന്നെങ്കിൽ ഈ സിംഗയെ ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ എന്തിനെ ബ്രേക്ക് ചെയ്യണം? ഈ സിംഗ്ലോയെ ബ്രേക്ക് ചെയ്യണം. ഓക്കെ അല്ലേ? നമുക്ക് ജസ്റ്റ് നോക്കാം എപ്പോഴാ ബ്രേക്ക് ആവുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ക്യാൻഡിൽ വെച്ച് തന്നെ ബ്രേക്ക് കിടന്നു അല്ലേ? ഓക്കെ, ഓക്കെ, ക്യാൻഡിൽ വെച്ച് ബ്രേക്ക് കടന്നു. കണ്ടിന്യൂസ്ലി ലോസ് ഉണ്ടാക്കണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ഏരിയ ബ്രേക്ക് എന്ന് വിചാരിച്ചു. MS ആക്കി എടുത്തൂടാ നമുക്ക്. പറ്റുമോ? 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 പറഞ്ഞില്ലല്ലോ, കേൾക്കണില്ലേ? കേൾക്കുന്നുണ്ട്. MS ആക്കി എടുക്കാൻ പറ്റുമോ? ഒന്നും മിണ്ടാത്തത്. പറ്റുമോ? പറ്റൂലേ? പറ്റും. അവിടെ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള ഇതും ഉണ്ടല്ലോ.
അത് ഇതോ? ആ എന്റെ ചോദ്യം ഇത് എം എസ് ആക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഞാനിപ്പോ ഈ വരച്ചിരിക്കുന്ന ഈ ലൈൻ ഒരു എം എസ് ആക്കിയിട്ട് എനിക്ക് ഇങ്ങനെ ഡ്രോ ചെയ്യാൻ പറ്റുമോ? ഒരു എം എസ് നമ്മൾ ഇവിടെ ഡ്രോ ചെയ്താൽ നമ്മൾ എവിടുന്നേ വരണം? നമ്മൾ ഈ ഒരു ഏരിയന്നേ വരണം. ഉം. ഈ ഒരു ഭാഗം മാത്രം നോക്കരുത്, നമ്മൾ ഇത്രയും ഭാഗം കംപ്ലീറ്റ് അനലൈസ് ചെയ്യണം. ഉം. ഒന്ന് നോക്കി നോക്ക അരവിന്ദ് ബ്രോ. ഇത് പറ്റുമോ? ഇല്ല, പറ്റത്തില്ലെന്നാണോ പറ്റുന്നതാണോ? പറ്റത്തില്ല. പറ്റത്തില്ല. കാരണം സിംഹയ്ക്കും ലോയ്ക്കും ഇടയിലാണ്. ഇതൊരു സിംഗൈ ആണ് അല്ലെ? ആ, ഉം. ഇതൊരു പിന്നെ ഉണ്ടാക്കിയ ഒരു സിംഗിളോ ആണ്, അങ്ങനെയല്ലേ? ഉം. 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 അതിന്റെ ഇടയിലാണ്. അതിനായിട്ട് വിക്കച്ച് കുറയ്ക്കത്തില്ലേ? ഉം. വേറൊരു കാര്യം കൂടെ വരയ്ക്കാം. ഇപ്പോഴോ? കൺഫ്യൂഷൻ ആയോ? സൈഡ് വൈസിൽ ഇത് നോക്കൂ. ഞാൻ സൈഡ് വൈസിൽ നോക്കാൻ കാരണം എന്താണെന്നറിയോ? ആ, ഈ ഒരു ഐ ഉണ്ടോ, സിംഗ് ഐ ഉണ്ടോ? ആ, ഈ സിംഗ് ഐ ഇവിടെ ക്യാൻഡിൽ ക്ലോസ് വെച്ച് ബ്രേക്ക് ചെയ്തു. ആ, ആ, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്. ഓക്കെ. ഓക്കെ, ഞാനിത് ബ്രേക്ക്, ഇത് കണ്ടോ, ഞാൻ ഇതിനെ എടുത്തില്ല. ഈ ഇവിടെ ഒരു വിക്ക് വന്നിരുന്നു, ഞാൻ ഇതിനല്ല എടുത്തത്, ഞാൻ ഇതാ ഇതിനെ എടുത്തത്, ഈ ബോഡിയെ. ആ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, ഒരു സോൺ ഉണ്ടോ എന്ന് നോക്കണത്. ഹയർ ടൈം ഫ്രെയിമിൽ, ഹയർ ടൈം ഫ്രെയിമിൽ എനിക്കൊരു സോൺ കണ്ടുപിടിച്ചിട്ട് വേണ്ട എനിക്ക് ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോകാൻ. ഓ, ഓക്കെ, അതായത് ഇതിൻ്റെ ഒരു സിംഗ് ഐ. ആ, ഓക്കെ അല്ലേ? ഇതൊരു സിംഗിളോ? ഓക്കെ അല്ലേ? ഉം, ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? വിക്ക് വെച്ചിട്ട് വന്നിട്ട് ജസ്റ്റ് ആ സിംഗിളോ ഒന്ന് ബ്രേക്ക് ചെയ്തു അല്ലേ? ഉം, ജസ്റ്റ് ബ്രേക്ക് ചെയ്തു. ആ സമയത്ത് ഇവിടെ എന്തുണ്ടായിരുന്നു? ഒരു IMP ക്രിയേറ്റ് ചെയ്തിരുന്നു. ഓ, ഓക്കെ അല്ലേ? IMP ക്രിയേറ്റ് ചെയ്തു. മാർക്കറ്റ് എന്ത് ചെയ്തു? ആ IMP റെസ്പെക്റ്റ് ചെയ്തു. റെസ്പെക്ട് ചെയ്ത് പുഷ് ചെയ്തു. പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, ഓക്കെ, ഉം. കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇതിൽ കുറച്ച് നമ്മൾ കോമൺ സെൻസും കൂടെ കാര്യങ്ങൾ ചിന്തിക്കണം. പുഷ് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? ആ IMP എല്ലാത്തിനും ബ്രേക്ക് ചെയ്തുകൊണ്ട് മുമ്പുണ്ടാക്കിയ സിംഗ് ഐയും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മേളിൽ കുത്തി. ഓക്കെ അല്ലേ? ഉം, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോയിന്റ് MS ആക്കി എടുത്തത്. ഒന്നുകൂടെ പറയണോ മനസ്സിലായി. അരവിന്ദ് ബ്രോ? ഓ, ഒന്നുകൂടെ. ഓക്കെ, ഇതൊരു സിംഗ് ഐ ആക്കി എടുത്തു, ഓ, ഇതൊരു സിംഗിലോ ആക്കി എടുത്തു. ഇത്ര ഓക്കെ അല്ലേ? ഉം, ഓക്കെ, ഇത് ഓക്കെ എടുക്കി. ഓക്കെ, സിംഗിലോ ആക്കി എടുത്തു. എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? ഇതിന്റെ ഇടയിൽ കിടന്ന് കുറച്ചേരം കിടന്നിങ്ങനെ കളിച്ചു. കളിച്ചതിന് ശേഷം മാർക്കറ്റ് മേളിലെത്തി. മാർക്കറ്റ് മെല്ലെ പല്ല താഴേക്ക് ഇറങ്ങി. ആ സിംഗിലോ ഇല്ലേ, ഓ, ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് സ്വീപ്പ് ചെയ്തു. ജസ്റ്റ് ഒന്ന് ബ്രേക്ക് അല്ല, ജസ്റ്റ് വന്ന് താഴേക്ക് ഇറങ്ങി. ഓക്കെ, ഓ, എന്നിട്ട് തിരിച്ച് എന്ത് ചെയ്തു? ഇത് കണ്ടോ, ബയേഴ്സ് നല്ലോണം തിരിച്ച് അതേ കണക്ക് പുഷ് ചെയ്തു. വീക്ക് കണ്ടോ? ഉം, ഇച്ചിരി കോമൺ സെൻസ് കൂടെ വെച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയണം കേട്ടോ. പക്ക തിയറി ബേസിസ് അല്ല, നമ്മൾ ഇങ്ങനെ കൂടെ ചിന്തിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു തരണം. ഓക്കെ, ഉം, വിക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തു.
പുഷ് ചെയ്തു, അതിനുശേഷം മാർക്കറ്റ് നേരെ വീണ്ടും താഴേക്ക് ഇറങ്ങി. ആ സമയത്ത് ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്തിരുന്നു? Imbalance. ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ആദ്യം ഇംബാലൻസിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തു, താഴേക്ക് ഇറങ്ങി. ഓക്കെ, പക്ഷെ ആ ഒരു മൂവ്മെന്റ് എന്ത് ചെയ്യാൻ പറ്റില്ല? മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇല്ലല്ലോ, പിന്നെ തിരിച്ച് മേളിലേക്ക് പോലെ ചെയ്തത് Oh, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റ് എന്ത് ചെയ്തു? നേരെ അപ്പിലേക്ക് നല്ല ഇമ്പൾസീവ് ആയിട്ട് പുഷ് ചെയ്തു. ഓൾസോ മുമ്പുണ്ടാക്കിയ സിംഗ് ഐ എന്ത് ചെയ്തു? break. മേജർ സിംഗ് ഐയെ ബ്രേക്ക് ചെയ്തു. അതുകൊണ്ടാണ് അതിന്റെ ഫാൾ തുടങ്ങാൻ കാരണമായ ഈ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തത് ഒരു MS ആക്കി. ഓക്കെ ഓക്കെ, ഞാനിത് പറഞ്ഞത് എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കുറെ തിയറീസ് ഒക്കെ ഫൈൻ, പക്ഷെ അതിന് അപ്പുറത്തേക്ക് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ നമ്മൾ എന്ത് നോക്കണം, നമ്മളൊരു കോൺസെപ്റ്റ്. ഓക്കെ, നമ്മൾ പഠിച്ചതൊക്കെ അത് വെച്ചിട്ട് നമുക്ക് MS കാര്യങ്ങളെല്ലാം കിട്ടും, പക്ഷെ ഇങ്ങനെയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? MS ഡ്രോ ചെയ്യാം. അതിപ്പോ അരവിന്ദ് ബ്രോയുടെ ആയിട്ടുള്ള ലോജിക്ക് വെച്ചിട്ട് ബ്രോയ്ക്ക് എന്ത് ചെയ്യാം? ബ്രോയ്ക്ക് ഒരു MS ഡ്രോ ചെയ്യാം, ഒരു വിഷയമില്ല. കാരണം ഞാൻ ഇവിടെ ഇതൊരു അപ്പിലേക്ക് എന്നുള്ളൊരു മൂഡിലേക്ക് കണക്കാക്കാനുള്ള മെയിൻ കാരണങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒന്ന് ദാ ഈ ഒരു ക്യാൻഡിൽ. ഓക്കെ, ഇതിന്റെ ഈ വിക്ക്. കാരണം മാർക്കറ്റ് എവിടെ വരെ വന്നു? ഇവിടെ വരെ വന്നു. പക്ഷെ എന്നിട്ട് മാർക്കറ്റ് പോയി ക്ലോസ് ചെയ്ത് എവിടെയാണ്? ഈ ഏരിയയിലാണ്. അതിനർത്ഥം എന്താണ്? YS ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളതല്ലേ? Oh, ഓക്കെ അല്ലേ? ഓക്കെ, അത് ഞാൻ അവിടെ ഓക്കെ ഫൈൻ ചെയ്തു. പക്ഷെ അപ്പോഴൊന്നും നമുക്കൊരു കാര്യങ്ങളില്ല, കാരണം നമ്മളെ മേജർ സിംഗ് ഐയെ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മളതൊരു ഹിന്റ് ആക്കി വെച്ചു. മാർക്കറ്റ് വീണ്ടും വന്നു. ഇതിന് ബ്രേക്ക് താഴേക്കായിട്ട് മാർക്കറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല? പോകാൻ പറ്റില്ല. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്തു? അപ്പിലേക്ക് പുഷ് ചെയ്തു. ആ സമയത്ത് മെയിൻ ആയിട്ട് ഉണ്ടാക്കിയിരുന്ന ആ തുടങ്ങിയ ഏരിയ ഞാൻ ഒരു MS ആക്കി എടുത്തു. ഇതാണ് ഇവിടുത്തെ ലോജിക്ക്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അരവിന്ദ് ബ്രോ, അക്ഷയ് ബ്രോ, okay. ഓക്കെ. ഓക്കെ, നമ്മൾ ട്രെൻഡ് മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ അടുത്ത ഒരു ഓർഡർ ബ്ലോക്ക് വരയ്ക്കണമെങ്കിൽ എന്തൊക്കെയാ നമ്മൾ നോക്കുക? അടുത്ത് എന്ത് വേണം? First, ഓക്കെ, ആദ്യം നമ്മൾ ട്രെൻഡ് മനസ്സിലാക്കി. അതിനുശേഷം ഒരു MS BOS കിട്ടുമെന്ന് മനസ്സിലാക്കി. അതിൽ നമുക്ക് MS കിട്ടി. അടുത്ത എന്താണ് സ്റ്റെപ്പ്? imbalance. ഇംബാലൻസ് ഇവിടെ ഉണ്ടോ? ഏതാണ് ഇത്? ഫസ്റ്റ് ക്യാൻഡില്, സെക്കൻഡ് ക്യാൻഡില്, തേർഡ് ക്യാൻഡിൽ. ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈ, തേർഡ് ക്യാൻഡിലിന്റെ ലോ. ഓക്കെ അല്ലേ? ഇത് 4 അവറിന്റെ ഒരു സോണാണ്. നമുക്ക് ഈ 4 അവറിന്റെ സോണ്, അപ്പൊ ഇത് നമുക്ക് എന്താക്കി എടുക്കാം? ഇംപ്രസീവ് ആയിട്ട് മൊമെന്റം ഉണ്ടാക്കിയതിന്റെ തൊട്ട് മുമ്പിലെ ക്യാൻഡിൽ. ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് നോക്കാം? ജസ്റ്റ് ഒന്ന് ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം നോക്കാം. ഞാൻ ഇവിടെ വെക്കുന്നു, ഈ ഒരു ലോ വെക്കുന്നു, ഈ ഹൈ വെക്കുന്നു. ഡിസ്കൗണ്ട് ഏരിയയിലാണോ? അതെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെടുത്താൽ മതി? ഇംബാലൻസ്. ഈ ഇംബാലൻസ് തന്നെ നമുക്ക് എടുത്താൽ മതി. 4 അവർ. ഓക്കെ, അപ്പൊ എനിക്ക് എന്തായി? എന്റെ ഹയർ ടൈം ഫ്രെയിമിലുള്ള വ്യൂസ് എല്ലാം പക്കയായി. ഓക്കെ അല്ല? എന്റെ ഹയർ ടൈം ഫ്രെയിമിലെ വ്യൂ എല്ലാം. ഇനി ഞാൻ എന്ത് ചെയ്യാൻ വെയിറ്റ് ചെയ്യും? ഈ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് ടാപ്പ് ആവാൻ വെയിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഹയർ ടൈം ഫ്രെയിമിൽ തന്നെ. ഓക്കെ അല്ലേ? നമുക്ക് ടാപ്പ് ആവുന്ന നോക്കാം. ടാപ്പായി. മാർക്കറ്റ് എന്ത് ചെയ്തു? ടാപ്പ് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് പോവാം. 4 അവറിൽ ഏതാണ് ലോ ടൈം ഫ്രെയിം വരിക? നമ്മൾ ഏതിലാണ്? 15 മിനിറ്റ്. 15 minutes. 15 മിനിറ്റിലോട്ട് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാം. ഫസ്റ്റ് ടാപ്പ് ഇതല്ലേ? എനിക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരണ്ട. ഫസ്റ്റ് ടാപ്പ് ഇതല്ലേ? ഓക്കെ, ടാപ്പ് ചെയ്തു. ഞാൻ നേരെ 15 മിനിറ്റ് സ്വിച്ച് ചെയ്തു. ഓക്കെ, ഇവിടെയാണ് മാർക്കറ്റ് ടാപ്പ് ചെയ്തത്. സാർ ഓക്കെ അല്ലേ? ഇനിയാണ് ഞാൻ ട്രേഡ് എടുക്കാൻ പോണത് കേട്ടോ. ലോ ടൈം ഫ്രെയിം ഞാൻ ട്രേഡ് എടുക്കാൻ പോണത്. ഫോർ അവറിന്റെ IMB വന്ന് ടാപ്പായി. ഓക്കെ, ആ സമയത്ത് ഉണ്ടായിരുന്ന മേജർ സിംഗ് ഐ ഏതായിരുന്നു? ഇതല്ലേ? അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഇല്ല ഇല്ല. ഇല്ല ഇല്ല. മേജർ സിംഗിളോ ഏതായിരുന്നു? ഇതായിരുന്നു. അതിനിടയിൽ കിടന്നാണ് മാർക്കറ്റ് കളിക്കുന്നത് അല്ലേ? ഉം. ലെറ്റ്സ് വെയിറ്റ്, നമുക്ക് നോക്കാം ഏതെങ്കിലും ബ്രേക്ക് ആക്കും. ഇത് എടുക്കാൻ പറ്റുമോ? ഇതൊക്കെ എടുക്കാൻ പറ്റുമോ ഒരു ബ്രേക്ക് ആക്കിയിട്ട്? ഈ ക്യാൻഡിൽസുകൾ 1 2 3 4 ക്യാൻഡിൽസ് ഒരു സിംഗിളോയെ ബ്രേക്ക് ആക്കി എന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റുമോ? ബോഡി ക്ലോസ്. ബോഡി ക്ലോസ് ഇല്ല. അതുകൊണ്ട് നമ്മളുടെ കോൺസെപ്റ്റ് വെച്ച് എങ്ങനെയാണ് നമ്മളതൊരു കൺസിഡർ ചെയ്യണില്ല. നമുക്ക് എന്ത് വേണമെന്നാണ്? ബോഡി ക്ലോസ് വേണം. ഓക്കെ, വിക്ക് വെച്ച് എടുക്കുന്നവരുണ്ട് കേട്ടോ. ഞാൻ തന്നെ വിക്ക് വെച്ചൊക്കെ എടുക്കാറുണ്ട്. ഓക്കെ, കറന്റ് നിങ്ങൾ പഠിക്കേണ്ടത് ബോഡി ക്ലോസ് മാത്രം എടുത്താൽ മതി. കാരണം മാനിപ്പുലേഷൻ ഫേസ് അല്ലെങ്കിൽ നിങ്ങളെ പിടിപ്പിക്കും. ഓക്കെ ഓക്കെ, കറന്റ് നിങ്ങൾ മനസ്സിലാക്കുക. ബോഡി ക്ലോസ് വെച്ച് വരുന്നത് മാത്രം എന്താക്കി എടുക്കുക നിങ്ങൾ കറന്റ് BOS MS ആക്കി എടുക്കുക. പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് അത് സ്വിച്ച് ഓൺ ചെയ്യാം. ഓക്കെ ഓക്കെ, പിന്നെ നിങ്ങൾ MS പോലും നോക്കാതെ എൻട്രിയൊക്കെ എടുക്കും. അത് ICT-യിലേക്ക് ആകുമ്പോൾ നിങ്ങൾ പഠിക്കും. ഓക്കെ ഓക്കെ, ഇത് നമ്മളൊരു ബ്രേക്ക് ആക്കി എടുക്കണില്ല. അടുത്ത കാര്യം നോക്കാം. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ബ്രേക്ക്. സിംഗ്ലോയെ ബ്രേക്ക് ചെയ്തു. അതുവരെ നമുക്ക് ഒരു കൺഫർമേഷനും ഇല്ലേ? ഓക്കെ, ഞാൻ അടുത്തത് നോക്കാം. വീണ്ടും അടുത്ത് എന്ത് കിട്ടി? വീണ്ടും ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. ഓക്കെ അല്ലേ? ലോ ടൈം ഫ്രെയിമിൽ കൺഫ്യൂഷൻ വരണ്ട ഉണ്ടാ? ഇല്ലേ? ഓക്കെ അല്ലേ അക്ഷയ് ബ്രോ? ഓക്കെ ഓക്കെ. ഇതാണ് റിയൽ ഫേസ് ഓഫ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ഒരു BOS കിട്ടി. നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ നമുക്ക് MS വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. എവിടെയാണ് കിട്ടിയത്? ഈ ഏരിയ ആണ്. ഇവിടെയാണോ? അതെ. ഓക്കെ, MS ആക്കി എടുക്കും. ഞാൻ ബോഡിയെ എടുക്കുകയാണ്. MS ആക്കി എടുക്കും. ഇവിടെ ഓൾറെഡി താഴെയുള്ള ഈ ഓർഡർ ബ്ലോക്ക് കണ്ടോ? ഒരു ഓർഡർ ബ്ലോക്ക് അല്ലേ? MS ഓൾറെഡി ഇവിടെ താഴെ ഭാഗത്ത് നമുക്ക് എന്തില്ല, ഒരു ഇംബാലൻസ് ഓർഡർ ബ്ലോക്ക് ഒന്നും ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ അതിനെല്ലാം എന്ത് ചെയ്തു? ബാലൻസ് ആക്കിയിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയത്. അതൊക്കെ അല്ലേ? ഞാൻ ജസ്റ്റ് ഇനി ഈ സിംഗ് ആയി നോക്കട്ടെ. റിട്രേസ്മെന്റ് ഫാൾ എവിടുന്ന തുടങ്ങുന്നത് നോക്കട്ടെ. 1x ഇടാം. ഓക്കെ, ഞാൻ ആ സ്റ്റോപ്പ് ചെയ്തു. റിട്രേസ്മെന്റ് സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ വെച്ച് ഇതുവരെ എൻ്റെ സിംഗ്ലോ. ഓക്കെ, ഈ സിംഗ്ലോയില് ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ഇംബാലൻസ് ഉണ്ടോ? ഡിസ്കൗണ്ട് ഏരിയയില് ഉണ്ടോ? ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം നോക്കി ഞാൻ. ഡിസ്കൗണ്ട് ഏരിയ എന്നാണ് നമ്മൾ ബൈ എന്ന് പറഞ്ഞു. ഇതിൽ എവിടെയെങ്കിലും എനിക്കൊരു IMB ഉണ്ടോ ഡിസ്കൗണ്ട് ഏരിയയിൽ? IMB ഓർഡർ ബ്ലോക്കോ എന്തെങ്കിലും ഉണ്ടോ? ഓർഡർ ഓർഡർ ബ്ലോക്ക് ഉണ്ടോ? ഉണ്ട് അവിടെ. ഈ ക്യാൻഡിലാണോ? ആ. കാരണം ഡിസ്കൗണ്ട് ഏരിയയിലാണ് അല്ലേ? IMB ഉണ്ടോ? IMB ഉണ്ടെങ്കിലല്ലേ ഓർഡർ ബ്ലോക്ക് ആവുള്ളൂ. ആ. ഈ ഒരു ക്യാൻഡിൽ നമുക്ക് എന്താക്കി എടുക്കാം? IMB ആക്കി എടുക്കാം. IMB ആക്കി എടുത്തു. ഇത് ഞാൻ എന്താക്കി എടുത്തു? ഓർഡർ ബ്ലോക്ക് ആക്കി. ജസ്റ്റ് ഒന്ന് കളർ ഒന്ന് മാറ്റാം. ഓക്കെ അല്ലേ? അതായത് IMB-യുടെ 50%-ലാണ് ഇവിടെ ഏത് ഏരിയ? ഡിസ്കൗണ്ട് ഏരിയ. അപ്പൊ നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? IMB-യുടെ 50%-ൽ നിന്ന് എൻട്രി എടുക്കാം.
ഓക്കെ, അതല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കിലോട്ട് വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ ഓർഡർ ബ്ലോക്കിലോട്ട് ചില സമയങ്ങളിൽ നമ്മൾ അത്ര വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് എൻട്രി മിസ്സാവാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ 1:2 നിങ്ങൾക്ക് അതിൽ മാക്സിമം ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു 50%-ൽ എൻട്രി ട്രിഗർ ചെയ്യുക. സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് ഈ ഓർഡർ ബ്ലോക്കിന് താഴെയായിട്ട് കീപ്പ് ചെയ്താൽ മതി. ഓക്കെ, 1:2 എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പുഷ് ചെയ്യാം. നമുക്ക് ദിവസം നോക്കി നോക്കാം, വരില്ലേ നോക്കി നോക്കാം. അതോ പോണം. അത് ആ ഏരിയയിലോട്ട് വന്നില്ല. ജസ്റ്റ് ആ ഓർഡർ ബ്ലോക്കിൽ എന്ത് ചെയ്തു, ഇംബാലൻസിൽ എന്ത് ചെയ്തു, ജസ്റ്റ് വന്ന് ടാപ്പ് ചെയ്തു, അത് അതിന്റെ പാട്ടിന് പോയി. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഇതിലെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പക്ഷേ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മളുടെ മെന്റലി ഇതണക്ക് നമ്മൾ ഓക്കെ അയ്യമ്പയിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ടാപ്പ് ആകും. നമ്മളുടെ എൻട്രി പോയിന്റ് ജസ്റ്റ് ഇതാ ഇങ്ങോട്ടേക്ക് കയറ്റി വെക്കുന്നു. കയറ്റി വെച്ചിരുന്ന നമുക്ക് എന്ത് കിട്ടിയേനെ, ആ എൻട്രി കിട്ടിയേനെ. ഓക്കെ, പക്ഷേ നമ്മൾ വ്യക്തമായിട്ട് നോക്കേണ്ട കാര്യം, ആ സമയത്ത് നോക്കേണ്ട കാര്യം എന്താണ്, നമ്മളുടെ ട്രേഡ് പ്ലാൻസിൽ എന്താണുള്ളത്, ഡിസ്കൗണ്ട് ഏരിയനെ നമ്മൾ എൻട്രി ബൈ കയറും. അതാണല്ലോ നമ്മളെ എൻട്രിയിൽ ഉണ്ടായിരുന്ന ഒരു സിനാരിയോ. ഓക്കെ, നമ്മളെ ഡിസ്കൗണ്ട് ഏരിയ വെക്കുന്നു. ആ ഡിസ്കൗണ്ട് ഏരിയയിൽ വന്നെങ്കിൽ മാത്രം മതി നമുക്ക് ആ എൻട്രി. ഓക്കെ, ആ രൂപത്തിൽ മാത്രം നിങ്ങൾ അതിനെ അനലൈസ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആ രൂപത്തിൽ മാത്രം അനലൈസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആ ഏരിയയിൽ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടിയേനെ, എൻട്രി കിട്ടിയേനെ. വരാത്തോണ്ട് മുകളിലോട്ട് വേറൊരു ഇംബാലൻസ് എടുക്കാം. അതായത് ബ്രോ ഉദ്ദേശിക്കുന്ന അടുത്തൊരു ബ്രേക്കോ സ്ട്രക്ചർ ആക്കി കരുതിയിട്ട് അടുത്തൊരു എംബിനെ എടുക്കാൻ പോകുന്നു അല്ലേ? അതായത് ഈ ഏരിയ ഇതായത് അല്ലേ, കംപ്ലീറ്റ് BOS ആയി എടുത്തിട്ട് ഈ IMB ഇതല്ല ഉദ്ദേശം. പക്ഷെ ഇങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ കാര്യം ഈ IMB വെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞിട്ട് പറഞ്ഞിരുന്നു, IMB ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തേ ഉള്ളൂ. IMB ഒരു ഇംബാലൻസിന്റെ കേസിൽ നിങ്ങൾ മാർക്കറ്റ് ജസ്റ്റ് വന്നൊന്ന് ടാപ്പ് ചെയ്തു. ഓക്കെ, ടാപ്പ് ചെയ്ത് മാർക്കറ്റ് മേളിലേക്ക് പോയി. ഓക്കെ, രണ്ടാമത്തെ സിനാരിയോ എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ ഓൾമോസ്റ്റ് 50%-ഓളം വന്ന് ടാപ്പ് ചെയ്തു, മാർക്കറ്റ് മേളിലേക്ക് പോയി. ഈ രണ്ട് സിനാരിയോകൾ ഉണ്ടാവുക. മൂന്നാമത്തത് മാർക്കറ്റ് ഫുള്ള് വന്നു മേളിലേക്ക് പോയി. ഓക്കെ, ഈ രണ്ട് സിനാരിയോകളിലും ഈ ഇംബാലൻസിലോട്ട് പിന്നെ മാർക്കറ്റ് വന്നാൽ അത് വാലിഡ് ആവത്തില്ല. ഓക്കെ, ഓൾമോസ്റ്റ് 50%-ഓ അല്ലെങ്കിൽ 50% കവർ ചെയ്തോ ആദ്യത്തെ തവണ തന്നെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ആ ഇംബാലൻസ് പിന്നെ വാലിഡ് അല്ല. രണ്ടാമത് ഒരു തവണ വരുമ്പോൾ എൻട്രി എടുക്കാൻ പറ്റൂല. പക്ഷേ ഇങ്ങനത്തെ ഒരു സിനാരിയോയിൽ മാർക്കറ്റ് വെറുതെ വന്നൊന്ന് ടാപ്പ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ആ ഇംബാലൻസിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ നമുക്ക് വീണ്ടും എൻട്രിക്കുള്ള സാധ്യത അവിടെ ഉണ്ട്, പ്രോബിലിറ്റി ഉണ്ട്. ഓക്കെ, ആ ഇംബാലൻസ് വീണ്ടും വാലിഡ് ആവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ മേ ബി ചിലപ്പോൾ എന്ത് ചെയ്യാം, മാർക്കറ്റ് വീണ്ടും ഇങ്ങോട്ടേക്ക് വരാം. ഇവിടുന്ന് എൻട്രി എടുക്കാം. ഓക്കെ ഫൈൻ, നോ പ്രോബ്ലം. പക്ഷെ മിനിമം എന്തെങ്കിലും ചെയ്യണം, SLE ലോയ്ക്കെങ്കിലും താഴെ വെക്കണം, അല്ലെങ്കിൽ മിനിമം ഇംബാലൻസിന് താഴെയെങ്കിലും വെക്കണം. SLE മിനിമം ഇത്രയിലും ബുക്കും ചെയ്യണം. സ്റ്റോപ്പ് ലോസ് എന്താവും, സ്റ്റോപ്പ് ലോസ് കൂടും. അതാണ് ഒരു സിനാരിയോ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെയാണോ? ഇവിടെ വന്നതിന്റെ കാര്യം എന്താണെന്ന് അറിയോ? ഇംബാലൻസ് ഇവിടെ കണ്ടോ ചെറിയൊരു ഇംബാലൻസ് ഉണ്ടായിരുന്നു. എക്സാക്ട് കണ്ടോ, ആ പോയിന്റിൽ നിന്നാണ് മാർക്കറ്റ് റിട്രേസ് ആയത്. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റിയൽ ഫേസ് മാർക്കറ്റ് ഇപ്പൊ എങ്ങനെയാണ് നമ്മളൊരു എൻട്രി കയറുക എന്നുള്ളത് മനസ്സിലായില്ല. നമ്മൾ ഇവിടെ ആയിരുന്നു എൻട്രി എടുത്തിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ വെച്ചേനെ, ഈ 1.22913 എന്നുള്ളത് നമ്മൾ ബൈ ലിമിറ്റിൽ എന്ത് കൊടുത്തേനെ, എൻട്രി പോയിന്റ് ആയിട്ട് കൊടുത്തേനെ.
സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ ഈ ഒരു പോയിന്റ് കൊടുത്തേനെ, ടാർഗറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു പോയിന്റ് കൊടുത്തേനെ. ഓക്കെ അല്ലേ? നിങ്ങൾ മെറ്റാ ട്രേഡറിൽ ചെറുതായിട്ടൊക്കെ ഇതൊന്ന് എൻട്രി ഒക്കെ ഒന്ന് കയറി നോക്കണം. എന്താ ഡെമോ അക്കൗണ്ട് അല്ലേ? വിർച്വൽ മണി അല്ലേ? ചെറിയ ലോട്ട് റിസ്കില് നിങ്ങൾ പൊസിഷൻ സൈസ് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ടോ? നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോഴേ ആദ്യം എന്ത് ചെയ്യണം? ഫോറസ്റ്റ് ഫാക്ടറി ന്യൂസിൽ കയറണം, ന്യൂസസുകൾ നോക്കണം, റെൻഡർ എടുക്കുക. ട്രേഡ് എടുക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറയണം. ട്രേഡ് എടുക്കുക, ഇന്ന് ബുധനാഴ്ചയല്ലേ? മേജർ ന്യൂസസ് ഏതൊക്കെ ടൈമാണെന്ന് നോക്കുക. ജസ്റ്റ് ഒരു നോട്ടിൽ എന്തെങ്കിലും എഴുതി വെക്കുക. ആ ടൈമിലൊന്നും എന്ത് ചെയ്യരുത്, എൻട്രി കയറരുത്. ഓക്കെ. അതിനുശേഷം നേരെ വരിക, പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. യൂറോ USD ആണ് എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് സൈസ് എത്ര ആയിരുന്നു ഡെമോ അക്കൗണ്ടിന്റെ? 5000 ആണോ? $5000? ടോട്ടൽ ക്യാപിറ്റൽ എത്ര റിസ്ക് വെക്കാവും? 1% മാക്സിമം റിസ്ക് വെക്കാവും. സ്റ്റോപ്പ് ലോസ് എത്ര പിപ്പ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ആ ട്രേഡിൽ തന്നെ നോക്കി നോക്കാം. സ്റ്റോപ്പ് ലോസ് ഇവിടെ എത്ര കാണിക്കുന്നത്? ഇതാ 29.2. കണ്ടോ? ഓക്കെ അല്ലേ? 29.2 അത് അടിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരിക്കുമല്ലോ. കാൽക്കുലേറ്റ് അടിക്കുക. അപ്പൊ സൈസിങ് ഉണ്ടോ? 0.17 ലോട്ട്സ്. ആ 0.17 ലോട്ട്സ് ആണ് നിങ്ങൾ മാക്സിമം എടുക്കാൻ പറ്റുന്ന ലോട്ട്. അപ്പൊ ആ ലോട്ടേ എടുക്കാവും. ഓക്കെ. ലോട്ടിൽ 0.17 എടുക്കുക, ബൈ ലിമിറ്റ് കൊടുക്കുക, ഈ ഒരു പോയിന്റ് കൊടുക്കുക, ഇവിടെ കൊടുക്കുക, എൻട്രി ഇവിടെ കൊടുക്കുക. പരിപാടി തീർന്നു. പിന്നെ അതിന്റെ മുമ്പിൽ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? ലോട്ട്സ് എന്ന് പറഞ്ഞതിനകത്ത് ഫോണിലില്ലേ? സൈസിങ് നമ്മൾ ചെയ്തു. ഇവിടെ ലോഡ് സൈസ് കാണിച്ചുണ്ടോ? അത് $5000 വെച്ചിട്ട് 1% റിസ്ക് വെച്ചിട്ട് ഇത്രയും സ്റ്റോപ്പ് ലോസിന്റെ പിപ്പും വെച്ച് ബ്രോക്ക് എടുക്കാൻ പറ്റുന്നത് മാക്സിമം റിസ്ക് 0.17 ലോഡ്സ് ആണ്. ഇതാണ് അതിന്റെ ഒരു ഉള്ളടക്കം. അപ്പൊ ഈ 0.17 ലോഡ്സ് എന്നുള്ളത് അതിൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാണ്. മെറ്റാ ട്രേഡർ അല്ലേ? അതിൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാണ്. അതിനകത്ത് കൊടുത്താ പോരെ? അതിനകത്ത് 0.17 ലോഡ്സ് കൊടുക്കുക, പിന്നെ നമ്മളുടെ എൻട്രി പോയിന്റ് ഇതെല്ലാം കൊടുക്കുക. ഓക്കെ. അല്ലെങ്കിൽ മാർക്കറ്റ് എക്സിക്യൂഷൻ കൊടുത്തിട്ട് ബ്രോ ആ സമയത്ത് വരുന്ന സമയത്തെ മാർക്കറ്റ് ഇപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് ആണ് എൻട്രി കൊടുക്കുന്നതെങ്കിൽ ആ സമയത്ത് മാർക്കറ്റ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ബ്രോ അങ്ങ് ബൈ കൊടുത്താലും മതി. ബൈ ലിമിറ്റ് കൊടുക്കണമെന്നുമില്ല. അതൊക്കെ ബ്രോയുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഓക്കെ. അത് ഓക്കെ അല്ലേ? ഓക്കെ. അതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതിലിപ്പോ റിയൽ ഫേസ് ഓഫ് മാർക്കറ്റ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി. ഞാൻ പറയില്ല, ഇത് നിങ്ങൾ നല്ലോണം ബാക്ക് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഹയർ ടൈം ഫ്രെയിമിൽ വരിക. ഹയർ ടൈം ഫ്രെയിമിൽ വന്നതിന് ശേഷം ഞാൻ പറയില്ല, ഇപ്പോഴേ ഇത് സെറ്റ് ആക്കി എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് IC2 വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല നൈസായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ. ജസ്റ്റ് ഒരു 40-45 മിനിറ്റ് ഇതിനു വേണ്ടി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ. ഒരു ദിവസം 24 മണിക്കൂറിൽ ഒരു 10-40 മിനിറ്റിൽ ഇതിനുവേണ്ടി വർക്ക് ചെയ്യുക. ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നല്ലൊരു സോൺസ് കണ്ടുപിടിക്കുക. സോൺസ് കണ്ടുപിടിച്ചിട്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഈ ഹയർ ടൈം ഫ്രെയിമിലൊക്കെ നോക്കുക. റിയൽ ഫേസ് ഓഫ് മാർക്കറ്റ് മെയിൻലി ചെയ്ത് നോക്കുക. എന്നിട്ട് ചെയ്തോട്ടെ. എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹയർ ടൈം ഫ്രെയിം വന്നിട്ട് ലോങ് ടൈം ഫ്രെയിമിലൊക്കെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ അത് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ. അക്ഷയ് ബ്രോ ചെക്ക് ചെയ്യോടെ ഇനി? ഓക്കെ. അപ്പൊ എല്ലാ ഇതും നോക്കണേ. നോക്കി അതേപോലെ തന്നെ ഇതിന്റെ കുറച്ച് എക്സാമ്പിളൂടെ കഴിക്കണം. ഓർഡർ ബ്ലോക്കും IMB. അത് നിങ്ങൾ ഡ്രോ ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വേണം. അതായത് എനിക്ക് ഒരു MS കാണണം, അല്ലെങ്കിൽ MS ഇല്ലെങ്കിൽ BOS കാണണം, ഇംബാലൻസ് ഡ്രോ ചെയ്യണം, ഓർഡർ ബ്ലോക്കും ഡ്രോ ചെയ്യണം. ഓക്കെ അല്ലേ? അതായത് ഇതേപോലെ ആയിരിക്കണം. നമ്മളിപ്പോ ഇതിൽ വരച്ചതിൽ കണ്ടോ, ഇതേപോലെ ആയിരിക്കും. ഒരു BOS വരച്ച് സോൺസ് വരയ്ക്കണമെന്നില്ല,
എന്തെന്ത് ചെയ്തു, ഒരു MS വരച്ചു. ആ രൂപത്തിലായിരിക്കണം ചാർട്ട് ഉണ്ടാവേണ്ടത്. BOS MS എല്ലാം ഡ്രോ ചെയ്തിട്ടായിരിക്കണം എന്തുണ്ടാവേണ്ടത്, ചാർട്ട് ഉണ്ടാവേണ്ടത്. ഓക്കെ അല്ലേ? അതായത് നിങ്ങളുടെ ചാർട്ടിൽ ഇത്രയും കാണണം. ഒന്നെങ്കിൽ BOS അല്ലെങ്കിൽ MS, ഒരു ഇംബാലൻസ് കാണണം, ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം വരച്ച് കാണണം, പിന്നെ അതിന്റെ കൂടെ ഓർഡർ ബ്ലോക്ക് വരച്ചും കൂടെ കാണണം. ഇത്ര ഒരു 4-5 ചാർട്ട് നിങ്ങൾ ചെയ്ത് തരണം. ഓർഡർ ബ്ലോക്കിൽ എന്ത് ഇത് ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം വരയ്ക്കുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ക്യാൻ ബോക്സിലും കാണാം. ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇതൊക്കെ ഇത് കുറച്ച് ഇതിങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കിടക്കുന്നത്. ഇങ്ങനെയൊക്കെ ആയിരിക്കും കിടക്കുന്നത്, പച്ച ചുമലയിലൊക്കെ ആയിരിക്കും കിടക്കുന്നത്. നിങ്ങൾ അതൊക്കെ അങ്ങ് ഓഫ് ആക്കി ഇടുക കേട്ടോ. ഇവിടെ ഒരു നീറ്റ്നെസ് ആയിട്ടുള്ള രൂപത്തിൽ സെറ്റ് ചെയ്ത് വിട്ടാൽ മതി. ഓക്കെ അല്ലേ? ഇതൊക്കെ ഓണായി കിടക്കായിരിക്കും നിങ്ങൾക്ക്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിൽ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. ഇതും ഒരു OTR എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് നമ്മൾ ICT-ലൊക്കെ പഠിക്കും. ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ അല്ലേ? രണ്ടുപേർക്കും ഓക്കെ അല്ലേ? ഓക്കെ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. കാരണം ഇത് ഇത്രയും നിങ്ങൾ തറവാവണം. അടുത്ത നമ്മൾ വരാൻ പോണത് മേജർ ടോപ്പിക്കാണ്, ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതെല്ലാം സെറ്റ് ആക്കണം. ലിക്വിഡിറ്റി ഉണ്ടെന്നുണ്ടെങ്കിലേ കളിയുള്ളൂ. ഓക്കെ, അപ്പൊ അതിന് മുമ്പ് നിങ്ങൾ ഇതെല്ലാം സെറ്റിൽ ആക്കണം. അടുത്ത ക്ലാസ് നമുക്ക് വെള്ളിയാഴ്ച ആയിരിക്കും. ഓക്കെ അല്ലേ? അതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഒന്ന് റിയൽ ഫേസ് ഓഫ് മാർക്കറ്റ് ട്രൈ ചെയ്യണം കേട്ടോ. നമ്മൾ എൻട്രി ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക. എടുത്ത് നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അക്ഷയ് ബ്രോ മെറ്റാ ട്രേഡർ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യേ ജോലിക്കായി. ഓക്കെ അപ്പൊ ശരി എന്നാ. അപ്പൊ താങ്ക് യു.